السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. പരിശുദ്ധമായ റമദാനിൽ അത്യുഷ്ണത്തിലാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്. കുംഭമാസത്തിലെ വളരെയധികം ചൂടുള്ള സമയത്താണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീര് വറ്റി തൊണ്ട വരളുന്നുണ്ട്, കൂടെ നല്ല വിശപ്പുമുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവര് ചൂടും പുകയുമൊക്കെ ഏറ്റുകൊണ്ട് അടുപ്പത്ത് നിന്ന് പണിയെടുക്കുന്നവരുണ്ട്. വെയിൽ ചൂട് കൊണ്ട് നമ്മുടെ തല പിളരുന്നത് പോലെയുള്ള തലവേദന നമുക്കുണ്ടാകാറുണ്ട്. ക്ഷീണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ വരുന്നവരുണ്ട്. നോമ്പിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സുഖമില്ല. പക്ഷേ നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നിങ്ങൾക്ക് അള്ളാഹു തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല എന്നാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഭൗതികമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിലുള്ള എളുപ്പം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ കൂടുതൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മഹ്ശറിലെ നിലയില്ലാത്ത വിയർപ്പ് കയങ്ങളെക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ചൂട്. നമ്മുടെ പാപങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടും പേറിക്കൊണ്ട് പടച്ചോനെ കണ്ടുമുട്ടുന്നതിനേക്കാളുമൊക്കെ എളുപ്പമാണ് കുറച്ച് മണിക്കൂറുകൾ ഈ ത്യാഗം സഹിക്കുക എന്നത്. വിശപ്പ് കത്തി നിൽക്കുന്ന നമ്മുടെ വയറിലേക്ക് ഒന്നുകിൽ നമ്മൾ നിർബന്ധിതപൂർവം തള്ളി നിറക്കുന്ന സഖൂം എന്ന് പറയുന്ന നരകത്തിലെ പഴത്തിനേക്കാളും ദരിയ എന്ന് പറയുന്ന ഗസ്ലീൻ എന്ന് പറയുന്ന ആ കുടിനീരുകളെക്കാളുമൊക്കെ എളുപ്പമാണ്. വരണ്ട നമ്മുടെ തൊണ്ടയിലേക്ക് കോരിയൊഴുക്കുന്ന ഹമീമിനേക്കാളും എളുപ്പമാണ്. ആ ഹമീം വായിലേക്ക് ഒഴിച്ചാൽ അത് നമ്മുടെ കുടൽമാലകളെ മുറിച്ചു കളയുന്ന തരത്തിൽ തിളക്കുന്ന വെള്ളമാണ്. സ്വദീദ്, ഹസ്സാഖ് എന്നൊക്കെ പറയുന്ന നരകവാസികളുടെ ചീഞ്ചലവും രക്തവുമൊക്കെ കലർന്ന ആ വെള്ളം കുടിക്കുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഈ ചൂടിൽ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുക എന്നത്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നതാണ് അർത്ഥം. നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്നത് പോലെ നമ്മുടെ ആർത്തികളെയും ഇച്ഛകളെയും ഒക്കെ കരിച്ചു കളഞ്ഞുകൊണ്ട് നമ്മളെ വിമുലീകരിക്കുകയാണ് നമ്മുടെ പടച്ചതമ്പുരാൻ. നമുക്ക് കടുപ്പമെന്ന് തോന്നുന്ന നോമ്പുകളിലൂടെ കടുത്ത കയ്പും അസഹനീയ ദുർഗന്ധവും നിറയെ മുള്ളുകളുമൊക്കെയുള്ള കഠിനമായ ചൂടോ തണുപ്പമോ ഒക്കെയുള്ള നരകത്തിലെ അന്നപാനീയങ്ങൾ രുചിക്കുന്നതിൽ നിന്നും നമ്മുടെ പടച്ചോൻ നമ്മളെ രക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നോമ്പാക്കി നമ്മുടെ നോമ്പുകളെ ഖബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.